മലേഷ്യൻ SNRന്റെ ഫസ്റ്റ് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് കാൻഡിൽ സ്റ്റിക്സിനെ പറ്റിയാണ്. ഓക്കെ, മറ്റുള്ള ആൾക്കാർ നോക്കുന്നതിനേക്കാളും കുറച്ച് ഡിഫറെന്റ് രീതിയിലാണ് നമ്മൾ ഇവിടെ SNR നോക്കുന്നത്. ഓക്കെ, അപ്പൊ കാൻഡിൽ സ്റ്റിക്സിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് അല്ലെ, ഇതൊരു ബെയറിഷ് ക്യാൻഡിലാണ്. ഈ ബുള്ളിഷ് ക്യാൻഡില് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുന്നു, എഗെയിൻ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു ബെയറിഷ് ക്യാൻഡില് ഓപ്പൺ ചെയ്യുന്ന ഏരിയ ഇവിടെ നിന്നാണ്. നേരെ ഓപ്പൺ ചെയ്യുന്നു, ഹൈ പോകുന്നു, ലോ പോകുന്നു, ക്ലോസ് ആക്കുന്നു. ഓക്കെ, നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഓപ്പൺ ഹൈ ലോ ക്ലോസ് ഒക്കെ വരുന്നതെന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെ നിന്നാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത്. ദെൻ ലോ പോകുന്നു, എഗൈൻ ഹൈ പോകുന്നു, ഇവിടെ വന്ന് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു ബെയറിഷ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഹൈ, ലോ, ക്ലോസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഓപ്പൺ ഹൈ ലോ ക്ലോസ് മാർക്ക് ചെയ്യേണ്ടത് അല്ലെ. ഇപ്പൊ ഇതൊരു ഡെയിലി ടൈം ഫ്രെയിം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു ട്രെൻഡ് കാണാൻ സാധിക്കും. ലോവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു ട്രെൻഡ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് ഡെയിലി ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് അവിടെ ഓപ്പൺ ലോ ഹൈ ക്ലോസ് മാർക്ക് ചെയ്യുന്നു. നമ്മൾ ലോവറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്കൊരു ട്രെൻഡ് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മൾ ഓപ്പൺ ഹൈ ലോ ക്ലോസ് മാർക്ക് ചെയ്യുന്നു. ഇതിന്റെ ലോ ആണ് അല്ലെ, ഈ ക്യാൻഡിലിന്റെ ലോ ആണ്. ഇത് ഈ ക്യാൻഡിലിന്റെ ഹൈ ആണ്. ഇതിപ്പോ ഡെയിലി ക്യാൻഡിലാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്, ഈ ഹൈയും ഈ ലോയും. ഇനി നമ്മൾ ഇത് ലോവറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണ് അവിടെ കാണാൻ സാധിക്കുന്നത്? കണ്ടോ, ട്രെൻഡ് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ലോവർ ടൈം ഫ്രെയിമിലെ ഒരു ട്രെൻഡ് ഉണ്ടോ? ഇത് നമുക്ക് ഡെയിലിയിൽ മാത്രമല്ല കേട്ടോ, 1 ഹവറിൽ പോയി കഴിഞ്ഞിട്ട് 1 ഹവറിൽ പോയി ഒരു 5 മിനിറ്റിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് ഇതേപോലെ തന്നെ ട്രെൻഡ് കാണാൻ പറ്റും. ഇനിയിപ്പോൾ 1 മിനിറ്റിൽ പോയിട്ടാണെങ്കിലും നമ്മൾ സെക്കൻഡ്സ് നമുക്ക് അവൈലബിൾ അല്ല. സെക്കൻഡ്സിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ട്രെൻഡ് ആയിരിക്കുമല്ലോ, സെക്കൻഡ്സിന്റെ ട്രെൻഡ് ആയിരിക്കില്ലേ. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണല്ലോ. അപ്പോൾ ഈ 1 മിനിറ്റ് ക്യാൻഡിലിന്റെ ഉള്ളിൽ 1 സെക്കൻഡിന്റെ 60 ക്യാൻഡിൽസ് ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് റിവേഴ്സൽ ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റി പഠിക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്സ് എങ്ങനെ കണക്ട് ചെയ്യുമെന്നാണ് നോക്കിയത്. ഇനി നമുക്ക് 2 ക്യാൻഡിൽ സ്റ്റിക്സ് വന്നാൽ ഇത് രണ്ടും കൂടി എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഓപ്പൺ, ലോ, ഹൈ, ക്ലോസ്, ഹൈ, ലോ, ക്ലോസ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നെക്സ്റ്റ് ഈ ബെയറിഷ് ക്യാൻഡിലിന്റെ ലോയിലേക്ക് കണക്ട് ചെയ്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കും അല്ലെ. സ്വാഭാവികമായിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യണമല്ലോ. പക്ഷെ ഞാൻ എന്തുകൊണ്ട് കണക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ സിനാരിയോയില് ഒന്നിൽ കൂടുതൽ ഉള്ള ക്യാൻഡിൽ സ്റ്റിക്സ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്ന ഒരു റൂള് മനസ്സിലാക്കിയിരിക്കേണ്ട ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വി ഷേപ്പ് ആയിരിക്കും എപ്പോഴും. ഓക്കെ, നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഷാർപ്പ് പോയിന്റ് അവിടെ കിട്ടണം. അതേപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു എ ഷേപ്പും ആയിരിക്കും. കണ്ടോ, എ ഷേപ്പില് റെസിസ്റ്റൻസ്,
വി ഷേപ്പിൽ സപ്പോർട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഓപ്പൺ, ലോ, ഹൈ, ക്ലോസ്, ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്, ഇങ്ങനെ വരും. ഇത് റൂൾ ഓഫ് തമ്പിന് എഗെയിൻസ്റ്റ് ആണ്. ഇങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഒന്നല്ലെങ്കിൽ എ ഷേപ്പ് കിട്ടണം, അല്ലെങ്കിൽ വി ഷേപ്പ് കിട്ടണം. ഇവിടെ നിന്നൊരു ലൈൻ വരയ്ക്കുക. ലൈൻ, ക്രോസ് ലൈൻ, ഡയറക്റ്റ് നേരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് റൂൾ ഓഫ് തമ്പിന് എഗെയിൻസ്റ്റ് ആണോ പോയേക്കുന്നത്, ഇത് വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, ഒരു സപ്പോർട്ട് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് വയലേറ്റ് ചെയ്യരുത്. വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോയ്സ് ആണ്. ഉണ്ടോ, ഇവിടെ ഇത് ഈ സ്ട്രെയിറ്റ് ലൈൻ സപ്പോർട്ട്, ഇവിടെ നിന്ന് ഈ ഒരു ഏത് ആംഗിളിൽ പോയാലും നമുക്കിത് ഇവിടെ ഷാർപ്പായിട്ടുള്ള വി ഷേപ്പാണ് കിട്ടിയേക്കുന്നത്. പക്ഷെ ഈ ലൈൻ വരയ്ക്കുമ്പോൾ ഈ ലൈൻ ഇവിടെ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നോയ്സ് ആയിരിക്കും. ഇത് അവോയ്ഡ് ചെയ്യുക. ഇത് അവോയ്ഡ് ചെയ്തിട്ട് ഡയറക്റ്റ് നെക്സ്റ്റ് സ്ഥലത്തേക്ക്, ഇതിന്റെ ഹൈയിലേക്ക് കണക്ട് ചെയ്യുക. ഒരിക്കലും നോയ്സസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഇത് സിമ്പിൾ ആയിട്ട് കാണുക, നോയ്സസ് എല്ലാം അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇവിടെ എ ഷേപ്പ് ആയിരിക്കണം നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടേണ്ടത്. അതേപോലെ തന്നെ ഒരു ലൈൻ വരച്ചിട്ട് ഈ എ ഷേപ്പ് വയലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നോയ്സ് ആയിരിക്കും. അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ വരും? ഇവിടെ നോയ്സ് അല്ലേ, ഇത് നോയ്സ് അല്ലേ, ഇത് നോയ്സ് ആയതുകൊണ്ട് നമ്മളിത് ഇഗ്നോർ ചെയ്യുക. ജസ്റ്റ് ഇഗ്നോർ. എന്നിട്ട് ഇതിന് സിംപ്ലിഫൈ ചെയ്ത് ഡ്രോ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ റിവേഴ്സൽ ക്യാൻഡിൽ സ്റ്റിക്സ് അല്ലെങ്കിൽ 2 ക്യാൻഡിൽ തമ്മിൽ കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഓപ്പൺ, ലോ, ഹൈ, ക്ലോസ്. ഇനി ഇങ്ങോട്ട് പോവോ? ഇല്ല. കാരണം എന്താ? ഇത് നോയ്സ് ആണ്. സോ ഹൈയിലേക്ക് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് ലോ, ക്ലോസ്. ഇപ്പൊ എല്ലാ സ്ഥലത്തും നമുക്ക് ഷാർപ്പായിട്ടുള്ള ഓരോ പോയിന്റ് കിട്ടിയില്ലേ? ഇവിടെ എ ഷേപ്പ് റെസിസ്റ്റൻസ്, എ ഷേപ്പ് റെസിസ്റ്റൻസ്, വി ഷേപ്പ് സപ്പോർട്ട്, വി ഷേപ്പ് സപ്പോർട്ട്, വി ഷേപ്പ് സപ്പോർട്ട്. ഇങ്ങനെയാണ് റിവേഴ്സൽ ക്യാൻഡിൽ സ്റ്റിക്സ് നോക്കുന്നത്. ഒന്നിൽ കൂടുതൽ ക്യാൻഡിൽ സ്റ്റിക്സ് കണക്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂവേഷൻ ക്യാൻഡിൽ സ്റ്റിക്സ്. ഇതിനു മുമ്പ് പ്രീവിയസ് ആയിട്ട് റിവേഴ്സൽ ക്യാൻഡിൽ സ്റ്റിക്സ് ആണ് നോക്കിയത്. ഇനി സെയിം ഡയറക്ഷൻസിൽ ഇതിന്റെ കണ്ടിന്യൂ ചെയ്തുള്ള ക്യാൻഡിൽ സ്റ്റിക്സ് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും ഇത് ക്യാൻഡിൽസ് കണക്ട് ചെയ്ത് നോക്കാം. ഓപ്പൺ, ലോ, ഹൈ, ക്ലോസ്. നെക്സ്റ്റ് ഓപ്പൺ, ലോ, ഹൈ, ക്ലോസ്. ഇങ്ങനെ നമ്മളിവിടെ കണക്ട് ചെയ്തു. കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. സോ സപ്പോർട്ട് ഇവിടെ വയലേറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഇവിടെ ഈ സപ്പോർട്ട് വയലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊരു നോയ്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ നോയ്സ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കണ്ടോ, ഇവിടെ സപ്പോർട്ട് ഇവിടെ വയലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊരു നോയ്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു നോയ്സ് വന്നു കഴിഞ്ഞാൽ നമ്മളത് അവോയ്ഡ് ചെയ്യുക അല്ലെ? എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്? നേരെ ഇത് ഇഗ്നോർ ചെയ്യുക. വരച്ച് എഗെയിൻ ഒന്നുകൂടെ നമുക്ക് ഡ്രോ ചെയ്ത് നോക്കാം. ഓപ്പൺ, ലോ, ഹൈ, നെക്സ്റ്റ് ക്യാൻഡലിന്റെ ലോയിലേക്ക്. ഓക്കെ, ഹൈ, ക്ലോസ്. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന നോയ്സിനെ നമ്മൾ ഇഗ്നോർ ചെയ്തു. ഓക്കെ, സിമ്പിൾ ആയിട്ട് എടുത്തു. ഇപ്പൊ കണ്ടോ, ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള എ ഷേപ്പും വി ഷേപ്പും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും കിട്ടിയിട്ടുണ്ട്. എ, വി, വി സപ്പോർട്ട്, റെസിസ്റ്റൻസ്, എ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ക്യാൻഡിൽസിനെ
നോയ്സ് ഇല്ലാതെ സിംപ്ലിഫൈ ചെയ്ത് വരയ്ക്കേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എ ഷേപ്പും ബി ഷേപ്പും ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് നമുക്ക് ചാർട്ടിൽ എങ്ങനെ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ലൈൻ ചാർട്ടിലേക്ക് പോവുക. ഈ ലൈൻ ചാർട്ടിൽ കാണുന്ന എ ഷേപ്പും ബി ഷേപ്പും ആയിരിക്കും നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇത് എ ഷേപ്പ്, റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ്, സപ്പോർട്ട്, വി ഷേപ്പ്, എ ഷേപ്പ്. ഇവിടെ കാണുന്ന എ ഷേപ്പ് ആൻഡ് വി ഷേപ്പ് ആയിരിക്കും നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. വി ഷേപ്പ്, എ ഷേപ്പ്. ഇതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പഠിച്ചു. അതേപോലെ തന്നെ ക്യാൻഡിൽ സ്റ്റിക്സ് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് പഠിച്ചു. ഓക്കെ, അപ്പൊ ഇതൊന്നും കണ്ട് നിങ്ങൾ എന്താ ടെൻഷൻ ആവണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സിമ്പിൾ ആയിട്ട് കണ്ടാൽ മതി. വളരെ സിമ്പിൾ ആണിത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിൽക്കണ്ട. സിമ്പിൾ തിങ്സ് ആണ് മാർക്കറ്റിൽ വർക്ക് ആവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് തന്നെ ഇതിനെ അപ്രോച്ച് ചെയ്താൽ മതി. ഒരുപാട് വരകളും കുറികളും ഒന്നും ഇട്ട് നമ്മൾ ഒരിക്കലും ചെയ്യണ്ട. ചാർട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം. ചില ആൾക്കാരുടെ ചാർട്ടൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കുത്തും കോമയും വരകളും ഇങ്ങനെയൊക്കെ. ലാസ്റ്റ് എവിടെ നിന്ന് ട്രേഡ് എടുക്കണമെന്ന് പോലും ഒരു ഐഡിയ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ്. നമ്മൾ എപ്പോഴും ചാർട്ട് ഫ്രഷ് ആയിട്ട് വെക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ പഠിക്കാൻ പറ്റുന്നോ അങ്ങനെ പഠിക്കുക. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.